ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്ന കാര്യം വാഹനങ്ങളിലെ മാനുവൽ ക്ലൈമറ്റ് കൺട്രോളിനെ കുറിച്ചിട്ടാണ്. നമ്മുടെ നിരത്തിലുള്ള കാറുകളിൽ ഭൂരിഭാഗവും ഇപ്പം ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളാണ് വരുന്നത്. അത് പക്ഷേ ഒരു പ്രീമിയം കാർസിൽ മാത്രം കണ്ടുവരുന്ന ഒരു ഫീച്ചറാണ്. പക്ഷേ ഇപ്പം പല ഒരു 10 ലക്ഷം രൂപ റേഞ്ചിൽ കിട്ടുന്ന പല വാഹനങ്ങളിലും ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ലഭ്യമാണ്. വാഹനങ്ങളിൽ സാധാരണ വരുന്നത് മാനുവൽ ക്ലൈമറ്റ് കൺട്രോളും അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളുമാണ്. ഇന്ന് നമ്മളിവിടെ കാണുന്നത് മാനുവൽ ക്ലൈമറ്റ് കൺട്രോളിൻ്റെ യൂസേജാണ്. ഇതെങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുക പുതുതായി കാറ് മേടിക്കുന്നവർക്കും അതുപോലെ ഈ റീസെൻ്റ്ലി കാറ് മേടിച്ചവർക്കും ഇതെല്ലാവർക്കും തന്നെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. കാരണം നിങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ പുതുതായി മറ്റാരെങ്കിലും നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഒരു കാർ മേടിച്ചുവെങ്കിൽ അവർക്കും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഞാനിപ്പോൾ ഇരിക്കുന്നത് മാരുതി സുസുക്കിയുടെ ഓൾട്ടോ എന്ന പറഞ്ഞ കാറിലാണ്. ഓൾട്ടോയുടെ മാനുവൽ ക്ലൈമറ്റ് കൺട്രോൾ സെറ്റപ്പാണ് നിങ്ങളിവിടെ ഈ കാണുന്നത്. ഇതിൽ നമ്മൾ ടോപ്പ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഒറ്റ ബട്ടൺ മാത്രമേ ഉള്ളൂ. ഇത് AC ഓൺ ഓഫ് ബട്ടൺ ആണ്. ഇവിടെ ഫസ്റ്റ് ഒരു റോട്ടറി നോബ് വരുന്നുണ്ട്. ഈ നോബിൽ നമുക്ക് 5 ഓപ്ഷൻസ് ലഭ്യമാണ്. അതുപോലെ തന്നെ ഇവിടെ സെക്കൻഡായിട്ട് വരുന്നൊരു നോബ്, അതും റോട്ടറി നോബാണ്. ഇതിൽ നമുക്ക് ഫാൻ സ്പീഡ്, ഈ വാഹനത്തിൻ്റെ ഫാനിൻ്റെ നമ്മൾ കാറ്റ് കിട്ടുന്ന AC-യുടെ ഫാനിൻ്റെ സ്പീഡ് 1, 2, 3, 4 ഇങ്ങനെ 4 സ്റ്റേജിലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. നമുക്ക് ഈ ഫൈനലായിട്ട് വരുന്ന തേർഡ് നോബാണ് വാഹനത്തിലെ കൂളിങ്ങും അതുപോലെ തന്നെ ഹീറ്റിങ്ങും കൺട്രോൾ ചെയ്യുന്നത്. ഈ ഫസ്റ്റ് ഈ ഗ്രീൻ ഈ ഏരിയ വരുന്ന സ്ഥലത്തൊക്കെ നമുക്ക് ഈ പൊസിഷനിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കൂളിംഗ് ആയിരിക്കും കിട്ടുക, AC കൂളായിരിക്കും. ഇത് നമ്മൾ തിരിച്ച് റെഡിലോട്ട് മാറ്റുന്ന സമയത്ത് വാഹനം ഹീറ്റ് ആവാൻ തുടങ്ങും. വാഹനത്തിൻ്റെ ഈ വിൻഡ് ഈ AC-യിൽ നിന്ന് കിട്ടുന്ന കാറ്റ് ചൂട് കാറ്റായിട്ട് മാറും. പിന്നെ ഫൈനലായിട്ട് ഏറ്റവും ബോട്ടം സൈഡിൽ നമുക്കൊരു ലെഫ്റ്റ് റൈറ്റ് നോബ് കിട്ടുന്നുണ്ട്. ഇത് നമ്മൾ ഇൻറ്റേർണൽ എയർ അതുപോലെ തന്നെ എക്സ്റ്റേണൽ എയർ അതിനുള്ള ഒരു ഓപ്ഷനാണ്. നമുക്കിനി അടുത്തതായിട്ട് ഇതിലെ ഓരോരോ നമ്മൾ നോബ്സും എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്, അതിൻ്റെ യൂസേജ് എന്താണെന്ന് നമുക്കിവിടെ മനസ്സിലാക്കാം. ഈ ടോപ്പ് സൈഡിൽ വരുന്ന AC ഓൺ ഓഫ് ബട്ടണിനെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും എടുത്ത് പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. നമുക്ക് AC വേണമെങ്കിൽ അല്ലെങ്കിൽ കാറ്റ് വേണമെങ്കിൽ ഓൺ ചെയ്യുക, ഓഫ് ചെയ്യുക. ഇവിടെ നമുക്ക് കാറ്റ് വേണമെങ്കിൽ ഈ ബട്ടൺ ഓൺ ആക്കേണ്ട ആവശ്യമില്ല. നമുക്ക് AC തണുത്ത കാറ്റ് അല്ലെങ്കിൽ ചൂടുള്ള കാറ്റ് ആവശ്യമെങ്കിൽ മാത്രമേ നമ്മൾ ഇത് ഓൺ പൊസിഷനിൽ ഇടേണ്ട ആവശ്യമുള്ളൂ. നമ്മൾ ഈ ബോട്ടം സൈഡിൽ വരുന്ന ഈ ഒരു യൂണിറ്റ്, ഈ നോബ്, ഒരു ലെഫ്റ്റും റൈറ്റും അഡ്ജസ്റ്റ് ചെയ്യുന്ന ഈ നോബിനെ കുറിച്ചാണ് ഫസ്റ്റ് നമ്മൾ അറിയേണ്ടത്. ഇവിടെ നമുക്ക് ഈ 2 സിമ്പിൾ കാണാം റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഈ ലെഫ്റ്റ് സൈഡിൽ വരുന്ന ഈ നോബ് ഇൻറ്റേർണൽ എയർ ആണ്. നമ്മുടെ വാഹനത്തിൻ്റെ ഉള്ളിലുള്ള എയർ മൊത്തത്തിൽ വലിച്ചെടുത്ത് അതിനെ AC നല്ല തണുത്ത കാറ്റോ അല്ലെങ്കിൽ ചൂടുള്ള കാറ്റോ ആക്കി മാറ്റുന്നതിനാണ് ഈ ഫസ്റ്റ്. ഈ സെക്കൻഡ് റൈറ്റ് സൈഡിൽ കാണുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ എക്സ്റ്റേണൽ എയർ ആണ്. വാഹനത്തിന് പുറത്തു നിന്നുള്ള എയർ വലിച്ചെടുത്തിട്ടാണ് നമുക്ക് AC കിട്ടുന്നത്. പിന്നെ നമ്മളിവിടെ നോക്കേണ്ടത് ഈ ഫസ്റ്റ് നോബിനെ കുറിച്ചിട്ടാണ്. ഈ ഫസ്റ്റ് നോബിൽ നമുക്ക് 5 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ടാകും. ഈ 5 ഓപ്ഷൻസ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്റ് നമുക്ക് കിട്ടുന്ന വിൻഡിൻ്റെ പൊസിഷൻ എങ്ങോട്ടൊക്കെയാണ് വേണ്ടത് എന്നതിനെ കുറിച്ചാണ്. നമ്മൾ ഈ ഫസ്റ്റ് ഇവിടെ കാണുന്നത് നമ്മുടെ ഫേസിന് നേരെ ഡാഷ്ബോർഡിൻ്റെ ഫ്രണ്ടിലുള്ള AC വെൻറ്റിൽ നിന്നായിരിക്കും നമുക്ക് കാറ്റ് കിട്ടുക. ഈ ഫസ്റ്റിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ സെക്കൻഡിലോട്ട് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാറ്റ് നമ്മുടെ ഫേസിലും കിട്ടും, അതുപോലെ തന്നെ നമ്മുടെ കാലിൽ താഴോട്ടും നമുക്ക് കാറ്റ് കിട്ടും. ഈ തേർഡ് മിഡിലായിട്ടുള്ള ഈ ഓപ്ഷനിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാൽഭാഗത്ത് താഴോട്ട് മാത്രമേ നമുക്ക് കാറ്റ് കിട്ടുള്ളൂ. ഇവിടെ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഈ ലാസ്റ്റ് 2 ഓപ്ഷൻസ് ഉപയോഗിക്കേണ്ടെങ്കിൽ നമ്മൾ ഈ നോബ് റൈറ്റ് സൈഡിലോട്ട് മാറ്റണം. ഈ 4ാമത്തെ മോഡിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് ഗ്ലാസും ഫ്രണ്ടിലെ 2 സൈഡ് വിൻഡോസിലും ആയിരിക്കും നമുക്ക് എയർ കിട്ടുക. അത് മഴക്കാലത്താണ് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുക.
നമ്മൾ ഈ മോഡിലിട്ട് കഴിഞ്ഞാൽ ഈ മോഡിലിടുക. എന്നിട്ട് ഈ എൻഡിലുള്ള ഇത് ഒന്നുകിൽ AC ആയിട്ട് വെക്കുക, അല്ലെങ്കിൽ ഹീറ്റിൽ വെക്കുക. എന്നിട്ട് ഓണാക്കി കഴിഞ്ഞാൽ മഴക്കാലത്ത് നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഗ്ലാസ്സിലുണ്ടാകുന്ന ഫോഗ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാകുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ലാസ്റ്റ് ഫൈനൽ അഞ്ചാമത്തേത് ജസ്റ്റ് ഒന്നുമില്ല, നമ്മുടെ ഫ്രണ്ട് മെയിൻ ഗ്ലാസ്സിലോട്ട് മാത്രം വിൻഡ് കിട്ടുന്നതിനെ കുറിച്ചാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ നോർമലായിട്ട് നമുക്ക് ഉള്ളിലിരിക്കുന്നവർക്ക് AC കിട്ടാൻ വേണ്ടിയിട്ട് ഈ മോഡിലിട്ട് ഓടിക്കരുത്, എക്സ്റ്റേണൽ എയർ ഉപയോഗിക്കരുത്. നമ്മൾ ഇൻറ്റേർണൽ എയർ തന്നെ ഉപയോഗിക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എക്സ്റ്റേണൽ എയർ ഉപയോഗിക്കുന്ന സമയത്ത് റോഡിലുള്ള പൊടിപടലങ്ങളൊക്കെ അധികമായിട്ട് വാഹനത്തിൻ്റെ ഉള്ളിലോട്ട് വലിച്ചെടുക്കാൻ സാധ്യതയുണ്ട്. ഫിൽറ്റർ ഉണ്ടെങ്കിലും ഫിൽറ്ററിന് പെട്ടെന്ന് തന്നെ കംപ്ലൈൻറ്റ് വരാൻ സാധ്യത കൂടുതലാണ്. അവസാനത്തെ ഈ നോബ് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ ഈ ഗ്രീൻ കാണുന്ന ഏരിയയിൽ നല്ല AC കൂളിംഗ് ആയിട്ടും ഈ റെഡ് കാണുന്ന ഏരിയയിൽ ഹീറ്റായിട്ടായിരിക്കും നമുക്ക് എയർ കിട്ടുക. ഈ സെൻട്രലോട്ട് വരുന്ന സമയത്ത് നമുക്കൊരു മീഡിയം ടൈപ്പ് ഒരു കൂളിംഗ് ഒക്കെ ആയിരിക്കും ഉണ്ടാവുക, AC കൂളിംഗ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് കാണുന്നു. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. ജസ്റ്റ് ഈ സെൻട്രൽ നോബിനെ കുറിച്ച് പറയാൻ വിട്ടുപോയി. നമ്മൾ ഇതിടുന്ന സമയത്ത്, ഒന്നിലിടുന്ന സമയത്ത് നമുക്കൊരു മീഡിയം അത്യാവശ്യം വേണ്ട കാറ്റ് നമുക്ക് കിട്ടുന്നതായിരിക്കും AC. നമ്മൾ ഈ സെക്കൻഡ് മുതൽ തേർഡ് ഫോർത്തൊക്കെ ഇടുന്ന സമയത്ത് വാഹനത്തിന് കുറച്ച് കൂടുതൽ നോയ്സ്, ഈ വിൻഡിൻ്റെ നോയ്സ് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ശുഭദിനം നേരുന്നു.